ഇത് ഡിസംബർ മാസം ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങളിൽ വലിയ വിശ്വാസവും സമാധാനവും സന്തോഷവും പ്രത്യാശയും വാരി വിതറുന്ന മാസം. യൂദയായിലെ ബെത്ലഹേമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പാപവിമോചകനായ യേശു ക്രിസ്തു ജനിച്ച പുണ്യമാസം. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി കീറിമുറിച്ച യേശു രാജന്റെ ജനനമാസം. എന്നാൽ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ജനിച്ച ബെത്ലഹേമിൽ ഈ നാളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ? ഈ വർഷത്തെ ക്രിസ്മസ് അവിടുത്തെ ചെറിയ ക്രിസ്ത്യ സമൂഹത്തിന് ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ മാത്രമല്ല, ലോകത്തിന്റെ പലയിടങ്ങളിലുള്ള വിശ്വാസ സമൂഹങ്ങൾക്ക് എന്തുകൊണ്ട് ക്രിസ്മസ് അന്യമാകുന്നു? എന്തുകൊണ്ട് അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്നില്ല? ഈ കഥയാണ് ഡിസംബറിലെ കണ്ണുനീർ. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ ഈ മാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കണ്ണുനീർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു രാജൻ ബെത്ലഹേമിൽ ജനനമെടുത്തു കഴിഞ്ഞപ്പോൾ ആ അത്ഭുത ശിശുവിനെ കാണുവാനായി പൗരസ്ത്യ ദേശത്തിൽ നിന്ന് ജ്ഞാനികൾ കടന്നു വന്നു. അവർ തങ്ങളുടെ ദിവ്യ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി ദൈവപുത്രൻ ഭൂമിയിൽ ജനനമെടുത്തുവെന്ന്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ ആ നാട്ടിലെ രാജാവായ ഹെറോദോസിന് സാധിച്ചില്ല. അവർ രാജകൊട്ടാരത്തിൽ വന്ന് ഹെറോദോസിനോട് ചോദിച്ചു, എവിടെയാണ് ശിശു ജനിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ശരിയായ ഉത്തരം കൊടുക്കുവാൻ ഹെറോദോസിന് സാധിച്ചില്ല. അവന്റെ വലിയ പ്രതാപത്തിനോ അവന്റെ ശക്തിക്കോ അവന്റെ അറിവിനോ ഒന്നും അത് ഉൾക്കൊള്ളുവാനായി സാധിച്ചില്ല. ഇന്നും അത് അങ്ങനെയാണ്. എന്നാൽ സത്യാന്വേഷണികളായ ജ്ഞാനികൾ അവർ യേശുവിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവനെ കുമ്പിട്ട് ആരാധിക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുകയും ചെയ്തു. അവർ തിരികെ ഹെറോദോസിന്റെ പക്കലേക്ക് മടങ്ങി വന്നില്ല. കാരണം അവരിലുള്ള ദൈവിക ചൈതന്യം അവരെ അതിന് പ്രേരിപ്പിച്ചില്ല. അവർ മറ്റൊരു വഴിയിലൂടെ സ്വന്തം ദേശത്തേക്ക് യാത്രയായി. ഇതിൽ കുപിതനായ ഹെറോദോസ് ഈ ശിശു തനിക്കൊരു ഭീഷണിയാകുമെന്ന് ധരിച്ചവശനായി 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുവാനായി, ബെത്ലഹേം പ്രദേശത്തുള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുവാനായി ഉത്തരവിടുകയാണ്. അങ്ങനെ അവിടെ ഒരു കൂട്ട നിലവിളി, ഒരു കൂട്ട കണ്ണുനീർ ഉയരുകയാണ്. കാരണം ശിശുക്കളെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, അമ്മമാർ, മാതാപിതാക്കൾ, അവരുടെ വേദന. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് ഡിസംബറിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ കണ്ണുനീർ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ തങ്ങളുടെ ജീവൻ കൊണ്ട്, തങ്ങളുടെ രക്തം കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനായി വലിയ ഒരു വഴി ഒരുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഡിസംബർ മാസത്തിൽ കടന്നു വരുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ, വേദനകൾ, അവഗണനകൾ, നൊമ്പരങ്ങൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, ഇതൊക്കെ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി സ്വർഗമൊരുക്കുന്ന വഴികളാണ്. നമുക്കും നമ്മെ തന്നെ ഇപ്രകാരം യേശുവിൻ്റെ ജനനത്തിനായി ഒരുക്കാം. വീണ്ടും നമുക്ക് യേശുവിൻ്റെ ജന്മദേശമായ ഇസ്രായേലിലേക്ക് കടന്നു വരാം. ഞാൻ പെട്ടെന്ന് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരിക മറ്റൊന്നുമല്ല, അത് യുദ്ധമാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം. എൻ്റെ പ്രിയമുള്ളവരെ, അതൊരു സത്യമാണ്. എന്നാൽ
ആ യുദ്ധത്തിന്റെ മറവിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഗാസ എന്ന കൊച്ചു പ്രദേശം, ഗാസയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില യുദ്ധത്തെക്കുറിച്ചും ഭയങ്കരമായ പീഡനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. എന്നാൽ വിശ്വാസികളായ നമ്മൾ ഈ ക്രിസ്മസിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. എല്ലാവരും അവഗണിക്കുന്ന, ആർക്കും താല്പര്യമില്ലാത്ത, ആരും ഒന്നും സംസാരിക്കാത്ത ഒരു സത്യം, അവിടെയുള്ള ഒരു കൊച്ചു ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതം, അവരുടെ ദുരിതപൂർണമായ ജീവിതം. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഗാസ പ്രദേശം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ ആയിരുന്ന കാലത്ത് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ അത് വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചപ്പോൾ, നേതൃത്വം മാറിയപ്പോൾ, ചില കരങ്ങളിലേക്ക് ഭരണങ്ങൾ കടന്നു ചെന്നപ്പോൾ അവരുടെ അംഗസംഖ്യ വളരെ ലോപിച്ചു, അത് വളരെ കുറഞ്ഞുപോയി. ആ കൊച്ചു സമൂഹം, അവരുടെ ക്രിസ്മസ് ഇന്ന് എപ്രകാരമാണ്? ചീറിപ്പായുന്ന വെടിയുണ്ടകളും വർഷിക്കപ്പെടുന്ന മിസൈലുകളും ബോംബുകളും അവരുടെ നടുവിൽ അവർക്ക് ക്രിസ്മസ് ഉണ്ടോ? ആരുണ്ട് അവരുടെ വേദന ഒന്ന് കേൾക്കുവാൻ? ആരുണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ? ഇതാണ് ഗാസ എന്ന ആ കൊച്ചു പ്രദേശത്തെ വിശ്വാസികളുടെ ക്രിസ്മസും അതിൻ്റെ കണ്ണുനീരും. ഇതുപോലെ തന്നെ യേശുക്രിസ്തു ജനിച്ച സ്ഥലം, പുണ്യഭൂമിയായ ബെത്ലഹേം, ഏറെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ലോകമെല്ലാം കാണുന്ന ഒരു പ്രദേശം. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് അവിടുത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് അവിടുത്തെ വിശ്വാസികളുടെ, ക്രിസ്തീയ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ വിശ്വാസ ജീവിതം എപ്രകാരമാണ് മുൻപോട്ട് പോകുന്നത്? നമുക്ക് വാർത്തകളിൽ അറിയുവാൻ കഴിയുന്നത് അവിടെയെല്ലാം മൗനമായി മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ആഘോഷങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, കരോളുകളില്ല. അത് മാത്രമല്ല, എങ്ങും മൗനം, എങ്ങും സൈലൻസ്. ലോകരക്ഷകനായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു വീണ പുണ്യഭൂമിയിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയുവാനോ, ആ സന്തോഷം പങ്കുവെക്കുവാനോ, അതിൻ്റെ ആ ഒരു വലിയ അനുഗ്രഹം ഹൃദിസ്ഥമാക്കുവാനോ, അങ്ങനെ തങ്ങളുടെ ജീവിതങ്ങളെ കുറച്ചുകൂടി ആത്മീയമായി ശക്തിപ്പെടുത്തുവാനോ അവിടുത്തെ വിശ്വാസികൾക്ക് ഇന്ന് കഴിയുന്നില്ല. എന്നാൽ വളരെ ബോധപൂർവം ഈ സത്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാനോ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാനോ, ഇതിനുവേണ്ടി സംസാരിക്കുവാനോ ലോക മനസ്സാക്ഷി ഇന്ന് ഉണരുന്നില്ല. മാധ്യമങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, വ്യക്തികൾക്കും അതിൽ താല്പര്യമില്ല. ഇത് ഡിസംബറിലെ മറ്റൊരു കണ്ണുനീരല്ലേ? ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ ദേശങ്ങൾ, വ്യത്യസ്തങ്ങളായ ജാതി ജനതകൾ, ഇവരുടെ എല്ലാം ഇടയിൽ ക്രിസ്മസ് ആഘോഷിക്കുവാനായി പ്രയാസപ്പെടുന്ന വിശ്വാസ സമൂഹങ്ങളെ എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സെൻട്രൽ ആഫ്രിക്കൻ നേഷനായ നൈജീരിയയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് ചിലപ്പോൾ വാർത്തകളിൽ കാണാം, കർഷകർ കൂട്ടമായി കൊല്ലപ്പെട്ടു, കുറെ പേരെ കൊന്നു, അല്ലെങ്കിൽ ഒരു ഗോത്രവിഭാഗം മറ്റൊരു ഗോത്രവിഭാഗത്തെ ആക്രമിച്ചു. അവിടെ അതൊന്നുമല്ല സംഭവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ക്രിസ്മസിൽ നമ്മളുടെ ഹൃദയത്തിന്റെ നൊമ്പരമായി, വേദനയായി മാറേണ്ട ഒരു വലിയ സത്യമാണ് അവിടെ സംഭവിക്കുന്നത്. എ ജനസൈഡ്, എ ക്രിസ്ത്യൻ ജനോസൈഡ്. ഇത് വിളിച്ചു പറയുവാൻ ഇന്ന് ആർക്കും താല്പര്യമില്ല. ഇത് വിളിച്ചു പറയുവാൻ ഇന്ന് ആർക്കും ധൈര്യമില്ല. ഇത് വിളിച്ചു പറയുവാൻ ഇന്ന് ആർക്കും മനസ്സില്ല. കാരണം അവർ പാവങ്ങളാണ്. കാരണം അവർ സംഘടിക്കപ്പെട്ട ഒരു ജനതയല്ല. കാരണം അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് ആർക്കും ഒന്നും കിട്ടുവാനില്ല. എന്നാൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കണം. അവർക്ക് ക്രിസ്മസ് ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും ഭീതിയുടെ നിഴലിലാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത നാളുകളിൽ അവിടെ നിന്നുള്ള ഒരു സിസ്റ്ററിനെ കണ്ടപ്പോൾ, സംസാരിച്ചപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് കരയുകയാണ്. സിസ്റ്റർ പറയുകയാണ്, എൻ്റെ ഫാമിലി ഒരു വലിയ ത്രെറ്റിലാണ്.
എൻ്റെ മാതാപിതാക്കൾ അവർ അപകട ഭീഷണിയിലാണ്, എൻ്റെ സഹോദരങ്ങൾ അവരുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ആ സിസ്റ്റർ പൊട്ടിക്കരയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് റിയാലിറ്റി. അവിടെ കൊല്ലപ്പെടുന്നത് വെറും കർഷകരല്ല, അവിടെ നടക്കുന്നത് ഒരു ട്രൈബൽ കോൺഫ്ലിക്റ്റ് അല്ല, മറിച്ച് അവിടെ നടക്കുന്നത് ഒരു ജനസൈഡാണ്, ഒരു വംശഹത്യയാണ്. അവിടെ ഒരു വിഭാഗം ക്രിസ്ത്യ വിശ്വാസികളെ തുടച്ചു നീക്കുകയാണ്. ഇത് ഡിസംബറിലെ മറ്റൊരു തോരാ കണ്ണുനീരല്ലേ? ഈ കണ്ണുനീർ ആരൊപ്പും? നമുക്ക് പ്രാർത്ഥിക്കണം ഈ ക്രിസ്മസിൽ ലോകരക്ഷകനായ യേശുവിനോട് അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, അവരുടെ ജീവിതത്തിൽ ശരിയായ ക്രിസ്തുവിൻ്റെ സമാധാനവും ആനന്ദവും സന്തോഷവും കടന്നു വരുവാൻ. സ്നേഹമുള്ളവരെ, ഇവിടെ ഒട്ടും അപ്രധാനമല്ലാത്ത മറ്റൊരു പ്രദേശമുണ്ട്. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ, ഏറ്റവും ആദ്യമായി അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ആദ്യമായി ക്രിസ്തുവിനെ തങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷകനും നാഥനും തങ്ങളുടെ ജീവിതത്തിൻ്റെ രാജാവുമായി സ്വീകരിച്ച അർമേനിയൻ സമൂഹം, അർമേനിയൻ ക്രിസ്തീയ സഭ. നമുക്കറിയാം, 916 ഒരു വലിയ ജനസൈഡിലൂടെ ആ സമൂഹം കടന്നുപോയി. ആ സമൂഹം ക്രിസ്തുവിനെ സ്വീകരിച്ചതിനെ പ്രതി ഏറ്റെടുത്ത ദുരിതങ്ങൾ, പീഡനങ്ങൾ, നൊമ്പരങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, കൂട്ടമാനഭംഗങ്ങൾ, ഇങ്ങനെ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അനവധി. എന്നാൽ ലോക ശ്രദ്ധ അതിലൊന്നും പതിഞ്ഞില്ല. ലോകത്തിന് അതിലൊന്നും താല്പര്യവുമില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോഴും ആ ജനത വലിയൊരു ത്രെറ്റിലാണ്. നാഗർണോ കരാബാക്കോ എന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം ജോഗ്രഫിക്കലി അസർബൈജാൻ തങ്ങളുടെ കീഴിലാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവിടെ താമസിക്കുന്ന ഭൂരിഭാഗവും അർമേനിയൻ ക്രിസ്തീയ വിശ്വാസികളാണ്. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെയും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കറിയാം, ഈ നാളുകളിൽ ആ പ്രദേശം കടന്നു പോകുന്ന ഒരവസ്ഥ. അവർ ഗൺ പോയിന്റിലാണുള്ളത്. ഇപ്പോൾ അവിടുന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പലായനം ചെയ്യുന്നു. പലരെയും കൊന്നൊടുക്കി, പലരുടെയും വീടുകൾ തകർത്തു കളഞ്ഞു, പല കുടുംബങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരുടെ, അവരുടെ ക്രിസ്മസ് അതെപ്രകാരമാണ്? അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അവർക്ക് ആഹാരവും വസ്ത്രവും ലഭിക്കുന്നുണ്ടോ? തങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കാനും ജീവിക്കുവാനും അവർക്ക് സാധിക്കുന്നുണ്ടോ? ഈ നാളുകളിൽ നമ്മൾ പത്രവാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് അധികമൊന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മളത് മനസ്സിലാക്കണം. ദാറ്റ് ടൈനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് അണ്ടർ ത്രെറ്റ്. ആ ചെറിയ ക്രിസ്തീയ സമൂഹം അവരിന്നൊരു വലിയ ഭീഷണിയുടെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാം. ലോക സമൂഹങ്ങളോ ലോകരാജ്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് ഡിസംബറിലെ മറ്റൊരു വലിയ കണ്ണുനീരല്ലേ? അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി മാറേണ്ടതല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, മറ്റൊരു വലിയ വേദനയല്ലേ റഷ്യ യുക്രൈൻ വാർ? 2 വർഷമായി, ഏകദേശം 2 വർഷമായി തുടരുന്ന യുദ്ധം. സമാധാനപൂർണമായി തങ്ങളുടെ ജീവിതം നയിച്ച യുക്രൈനിയൻ ജനത ഒരു വലിയ തകർച്ചയിലൂടെ, വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ഒരു വലിയ ഭീമശക്തിയായ റഷ്യ എന്ന രാജ്യം അവരെ ആക്രമിച്ച ഒരു വലിയ സാഹചര്യം. അവിടെ എന്താണ് സംഭവിക്കുന്നത്?
അവിടെയും നമ്മൾ മനസ്സിലാക്കണം, വലിയ നൊമ്പരവും വലിയ പീഡനവും നേരിടുന്നത് ക്രിസ്തീയ വിശ്വാസികളാണ്. പല പള്ളികളും നശിപ്പിക്കപ്പെട്ടു, പല പുരോഹിതരെയും കൊന്നുകളഞ്ഞു, ക്രിസ്തീയ സമൂഹം അവിടെ ചിതറിക്കപ്പെട്ടു. അവർ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത് വളരെ വളരെ കുറച്ചു മാത്രമാണ്. എന്നാൽ സത്യം അതൊന്നുമല്ല. അവിടെ കൊടിയ പീഡനമാണ്. അവിടെയും നടക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾ തുടച്ചു നീക്കപ്പെടുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, യുക്രൈൻ, ഈ റഷ്യ യുക്രൈൻ വാർ അത് ഈ ഡിസംബറിലെ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കണ്ണുനീരല്ലേ? നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അതിൻ്റെ എല്ലാം നടുവിലാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഒട്ടും അപ്രധാനമല്ലാത്ത മറ്റൊരു സംഭവമുണ്ട്. അത് ചൈനയിലെ ക്രിസ്ത്യാനികളുടെ ജീവിതമാണ്. ചൈനീസ് ഗവൺമെന്റ് അവിടുത്തെ വിശ്വാസികളെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരിക്കലും സമ്മതിക്കാറില്ല. കാരണമായിട്ട് അവർ പറയുന്നത് അതൊരു പാശ്ചാത്യ ആഘോഷമാണ്. ഇറ്റ്സ് എ വെസ്റ്റേൺ സെലിബ്രേഷൻ എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്രകാരമുള്ള ആഘോഷങ്ങൾ തങ്ങളുടെ തനതായ സംസ്കാരത്തെ നശിപ്പിച്ചു കളയും പോലും. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, ലോകരക്ഷകന്റെ ആ ജന്മദിന ആഘോഷം അവിടുത്തെ വിശ്വാസികൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതിനായിട്ട് കാരണം പറയുന്നത് എന്തു തന്നെയാണേലും അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ നൊമ്പരം തന്നെയാണ്. ഇനി അവിടുത്തെ വിശ്വാസികളുടെ ജീവിതം നമ്മൾ കാണുന്ന ഒരു കഥകളല്ല അവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പെർസിക്യൂഷനിലൂടെയാണ് അവിടുത്തെ വിശ്വാസികൾ കടന്നു പോകുന്നത്. അവിടുത്തെ സഭകൾ പലതും അണ്ടർഗ്രൗണ്ടിലാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ അവർ തങ്ങളുടെ ഈ കൊടിയ വേദനയിലും നൊമ്പരത്തിലും പ്രാണഭീതിയിലുമാണ് യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അത് ഈ ഡിസംബറിന്റെ മറ്റൊരു കണ്ണുനീരാണ്. നമ്മൾക്കെങ്ങനെ അതിൽ നിന്ന് കണ്ണടച്ച് മറന്നു നിൽക്കാനായി സാധിക്കും? ഇനിയും പ്രിയമുള്ളവരെ, നോർത്ത് കൊറിയ, അവിടെ ആഘോഷങ്ങളുണ്ട്. അവിടുത്തെ ആഘോഷങ്ങളെല്ലാം അവിടുത്തെ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും മാത്രമാണ്. അവിടുത്തെ ഭരണാധികാരികളുടെ ജന്മദിനങ്ങളും അതുപോലെ അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള മറ്റു ദിവസങ്ങളുമൊക്കെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ. അല്ലാതെ അവിടെ ക്രിസ്മസിന് യാതൊരു പ്രാധാന്യമില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിനെ അകറ്റി നിർത്തുവാൻ ഭരണാധികാരികൾ വളരെ ശക്തിയോടെ പരിശ്രമിക്കുന്നുണ്ട്. അത് ഡിസംബറിലെ മറ്റൊരു കണ്ണുനീരാണ്. അവിടുത്തെ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പലപ്പോഴും പുറം ലോകം അറിയുന്നു പോലുമില്ല. ചിലപ്പോഴൊക്കെ അവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, അവർ വധിക്കപ്പെടുന്നു, അവരെ നാടുകടത്തുന്നു, അവർക്ക് അവകാശം നിഷേധിക്കുന്നു. ഇങ്ങനെ പലതും. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാതെ വയ്യ. നമ്മൾ അനുദിനം കേൾക്കുന്നുണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ കടന്നു പോകുന്ന അവസ്ഥ. അവിടുത്തെ ക്രിസ്ത്യാനികൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് തട്ടിക്കളിക്കാനുള്ള പന്തുകളാണ് അവിടെ. അവരുടെ ജീവിതത്തിന് അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, എന്താ കുറ്റം ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ജയിലിലടയ്ക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികൾക്ക് അവിടെ ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. എന്നാൽ ലോകത്തിന്റെ ശ്രദ്ധ ഈ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരം വാദിക്കുന്നവർ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല. പക്ഷെ ഇതൊക്കെയാണ് സത്യം. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഘോഷത്തിനിടയിൽ നടന്ന ബോംബ് സ്ഫോടനം അനവധി പേരുടെ ജീവനെടുത്തു. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളുടെ ജീവിതം വലിയ നൊമ്പരത്തിലാണ്, വലിയ കഷ്ടപ്പാടിലാണ്, പ്രാണഭീതിയിലാണ്. അത് അയൽരാജ്യമായ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളുടെ ഒരു വലിയ കണ്ണുനീരല്ലേ? അതും ഈ ഡിസംബറിലെ മറ്റൊരു തോരാ കണ്ണുനീരാണ്. ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം തീരെയില്ലാത്ത മറ്റൊരു രാജ്യമാണ് ഇറാൻ. അവിടെയുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ അവർ കടന്നു പോകുന്നത് കൊടിയ പീഡനത്തിലൂടെയാണ്. അവർ പലപ്പോഴും അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെടുന്നു, അവരുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുന്നു, അവരെ വിചാരണ ചെയ്യുന്നു, അവരെ കൊന്നുകളയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പുറം ലോകം കാര്യമായി അറിയുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, ഈ കൊടിയ പീഡനത്തിന്റെ ഇടയിലും ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് അനവധി പേർ കടന്നു വരുന്നു. ഈയിടെ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അവിടെയുള്ള ക്രിസ്ത്യൻ വിശ്വാസികളുടെ എണ്ണം
വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്തെ നേതാക്കന്മാരുടെ ഭീഷണിയും മറ്റുള്ള പ്രതികൂല സാഹചര്യങ്ങളും ഒന്നും ജനത്തെ സത്യദൈവമായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടയുന്നില്ല. ഈ ഇറാനിലെ ക്രിസ്ത്യ വിശ്വാസികളുടെ ക്രിസ്മസ് അത് എപ്രകാരമാണ്? അതും ഈ ഡിസംബറിലെ മറ്റൊരു കണ്ണുനീരാണ്. വളരെ വേദനാജനകമായ മറ്റൊരു കാര്യം, പരമ്പരാഗതമായി ക്രിസ്തീയ വിശ്വാസത്തിൽ ആയിരിക്കുന്ന ചില പാശ്ചാത്യ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടുത്തെ ക്രിസ്മസ് ആഘോഷം അത് വളരെ വേദനാജനകമാണ്. അവിടെ പലപ്പോഴും യേശു ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം സാന്താക്ലോസിനാണ്. അവരുടെ ക്രിസ്മസ് ആഘോഷം സാന്തായോടുള്ള വലിയ ആദരവിലും അല്ലെങ്കിൽ സാന്തായുടെ വരവിനുള്ള കാത്തിരിപ്പും അതുമായി ബന്ധപ്പെട്ട പാർട്ടികളും ഗാനങ്ങളും മറ്റുള്ള ആഘോഷങ്ങളുമെല്ലാമാണ്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തുവിന് സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു വലിയ അപകടമല്ലേ? ഇതും ഡിസംബറിലെ മറ്റൊരു കണ്ണുനീരാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അവിടേക്ക് കടന്നു വന്ന അഭയാർത്ഥികളുടെ വലിയ നിർബന്ധം മൂലം പല രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തന്നെയില്ല. അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്നവർക്ക് കുറേ ഡിമാൻഡുകളുണ്ട്. അവരുടെ ഒരു ഡിമാൻഡിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന്, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങൾ അത് അവരുടെ ജീവിതത്തെ, അവരുടെ സ്വൈര ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനാൽ അവയൊക്കെ നിർത്തിവെക്കണം എന്നുള്ളതാണ്. ഇതിലൊക്കെ പലപ്പോഴും പെട്ടുപോവുകയാണ് പരമ്പരാഗതമായി വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന യൂറോപ്പിലെ ക്രിസ്തീയ സമൂഹം. ഇതൊരു വലിയ അപകടവും കണ്ണീരുമാണ്. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടവരാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലെ ക്രിസ്തീയ വിശ്വാസികളുടെ ചില പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കും? ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകമായി നോർത്ത് ഇന്ത്യ, അവിടെയുള്ള പല വിശ്വാസ സമൂഹങ്ങളിലും ക്രിസ്മസ് സ്വതന്ത്രമായി ആഘോഷിക്കാൻ ചിലപ്പോഴൊക്കെ കഴിയാത്ത അവസ്ഥകളുണ്ട്. ചില കൊച്ചു കൊച്ചു സമൂഹങ്ങളിൽ, ചില വില്ലേജുകളിൽ അവിടെയൊക്കെ അവരുടെ ആഘോഷങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ കൺമുമ്പിലൂടെ ഒറീസയിലെ കാണ്ടമാൽ സംഭവം കടന്നുപോയത്. അതിനുശേഷമാണ് ഛത്തീസ്ഗഡിലെ ആ ഒരു വലിയ സംഭവം കടന്നുപോയത്. പ്രിയമുള്ളവരെ, ഇത്തരം സംഭവങ്ങളിലൂടെല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എവിടെയും എന്നും പീഡിപ്പിക്കപ്പെടുന്നത് സത്യദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളാണ്. നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലെ ചില ക്രിസ്തീയ വിശ്വാസികളുടെ വളരെ പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ച് സൂചിപ്പിക്കാതെ മുൻപോട്ട് പോകാൻ സാധിക്കും? ഞാൻ പറഞ്ഞു വരുന്നത് നോർത്ത് ഇന്ത്യയിലെ ക്രിസ്തീയ വിശ്വാസികളെക്കുറിച്ചാണ്. അവിടെ ചില കൊച്ചു സമൂഹങ്ങളിൽ, ചില വില്ലേജുകളിൽ പലർക്കും തങ്ങളുടെ വിശ്വാസം സ്വതന്ത്രമായി ജീവിക്കാനുള്ള, പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അത്ര കാര്യമായി പുറത്തേക്ക് വരുന്നില്ല. നമുക്കറിയാമല്ലോ ഒറീസയിലെ കാണ്ടമാൽ, അവിടെ സാധാ വിശ്വാസികൾ, അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, അത്രയൊന്നും പഠിപ്പോ സമ്പത്തോ ഇല്ലാത്തവർ, അവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. പലരും യേശുക്രിസ്തുവിനെ പ്രതിയുള്ള വിശ്വാസത്താൽ രക്തസാക്ഷികളായി മാറി. അവരെക്കുറിച്ച് സംസാരിക്കാനും ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ കണ്ണിൽ അവരൊരു വിഷയമേ അല്ല. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, ഛത്തീസ്ഗഡിലും ഒറീസയിലും നോർത്ത് ഈസ്റ്റിലും ഉത്തർപ്രദേശിലും ഒക്കെ പല രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും, എത്ര മൂടി വെച്ചാലും അവിടെ അസ്വസ്ഥതകളുണ്ട്. വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതും ഡിസംബറിലെ മറ്റൊരു കണ്ണുനീരാണ്. ഇനി പ്രിയമുള്ളവരെ, അവസാനമായി എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്നാൽ നമ്മൾ അതിനെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അത് ദൈവപിതാവിൻ്റെ മാനവകുലത്തിൻ്റെ പാവവിമോചനത്തിലുള്ള പദ്ധതിയാണ്. അല്ലാതെ അത് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. കാരണം മത്തായി സുവിശേഷത്തിൽ വളരെ കൃത്യമായി പറയുന്നു, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന്. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് എന്തിനു വേണ്ടിയാണ്?
യേശുക്രിസ്തുവിന്റെ ജനനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അത് മാനവകുലത്തിൻ്റെ പാപവിമോചനമാണ്, സാത്താൻ്റെ അടുപ്പത്തു നിന്നുള്ള വിമോചനമാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ക്രിസ്മസിൻ്റെ ഓളങ്ങളിൽ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ, ക്രിസ്മസിൽ കടന്നു വരുന്ന സാന്തായുടെ കഥകളിൽ ഒക്കെ ഞാനും നിങ്ങളും മയങ്ങിപ്പോയാലോ? ഇതൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സത്യം മനസ്സിലാക്കണം. നാളെ നോർത്ത് കൊറിയയിൽ സംഭവിക്കുന്നത്, നാളെ അർമേനിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ചൈനയിലെ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും വന്നുകൂടായികയില്ല. ഞാനിത് പറയുന്നത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുതേ. കാരണം അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മുടെ നാടും കാണിച്ചു തുടങ്ങി. നമുക്ക് ഈ ക്രിസ്മസിനായി നമ്മെ തന്നെ ഒരുക്കാം. ഏറെ ഭക്തിയോടെ, വിശ്വാസത്തോടെ, വലിയ ഒരുക്കത്തോടെ നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കാം. എല്ലാവർക്കും മെറി ക്രിസ്മസ്.